വിക്ടറി ഡേയിൽ 2025 നീറ്റ് എക്സാമിൽ കേരള സെക്കൻഡ് റാങ്ക് നേടിയ ഷെഫിൻ മൻസൂറും ഫാമിലിയാണ് ഒത്തുകൂടിയിട്ടുള്ളത്. സോ ഇന്ന് ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവരെ കൂടുതൽ വിശേഷങ്ങൾ ഷെഫിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഹലോ ഷെഫിൻ. ഹലോ. ഓക്കെ, അപ്പോ നമ്മുടെ ബ്രില്യന്റിലേക്ക് വരുന്ന ഓരോ കുട്ടികളുടെയും സ്വപ്നമാണ് ഈ ഒരു മെഡിക്കൽ വിക്ടറി ഡേയിൽ പങ്കെടുക്കുക എന്നുള്ളത്. സോ ഷെഫിന്റെ ഈ ഒരു ആഗ്രഹം ഇവിടെ സഫലമാക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു കൺവെൻഷൻ സെന്ററിൽ വന്ന് ഇത്രയും വലിയൊരു അവാർഡ് എനിക്ക് വാങ്ങാൻ സാധിക്കുമെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ വിക്ടറി ഡേയ്സും യൂട്യൂബിൽ ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വന്ന് എനിക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറി ഇത്രയും വലിയൊരു അവാർഡ് വാങ്ങാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ടു ടീം ബ്രില്യന്റ് എനിക്ക് ഇത് കിട്ടാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? എവിടെയായിരുന്നു? ഞാൻ 10th വരെ ഒമാനിലാണ്. എൻ്റെ പാരൻസ് അവിടെ സെറ്റിൽഡ്, ഒമാനിലാണ് പഠിച്ചത്. പിന്നെ +1 +2 റെസിഡൻഷ്യൽ ബാച്ചിൽ കെ മാനനം സ്കൂളിലാണ് പഠിച്ചത്. ബ്രില്യന്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ തന്നെയായിരുന്നു. ഓക്കെ, സോ ഷെഫിന്റെ പാരന്റ്സും അതേപോലെ തന്നെ ബ്രദറും നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്ക് അവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് ഷെസിൻ. ഞാൻ അവൻ്റെ ബ്രദറാണ്. ഞാനും 2014-2015 ബ്രില്യന്റിലാണ് പഠിച്ചത്. എനിക്കും നല്ല സന്തോഷമുണ്ട് എൻ്റെ അതേ ഫുഡ് സ്റ്റെപ്സിൽ എൻ്റെ ബ്രദർ പോയിട്ട് ഒരു ഡോക്ടർ ആവുന്നതിൽ. അവൻ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞാനും അവനും ഗെയിംസ് കളിക്കും, ഫുട്ബോൾ കളിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടും അവൻ ഈ റാങ്ക് നേടുന്നതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. അവൻ്റെ കോകരിക്കുലർ ആക്ടിവിറ്റീസും അവൻ്റെ ഇഷ്ടങ്ങളും ഹോബീസും ഒന്നും കളയാതെ തന്നെയാണ് അവൻ ഇത്രയും വലിയൊരു നേട്ടം എടുത്തത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. സോ ഷെസിന്റെ ഫാദർ നമ്മുടെ കൂടെയുണ്ട്. സാറിന്റെ പേര് എന്താ ചെയ്യുന്നത്? എൻ്റെ പേര് മൻസൂർ. ഞാൻ വിദേശത്താണ്. ഞാനും വൈഫും വിദേശത്താണ്. ഞങ്ങളെ 2 മക്കളും 10ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാളെയും മന്നാനം കെ സ്കൂളിൽ ബ്രില്യന്റിന്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ നമ്മൾ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു സെലിബ്രേഷൻ പോലെയാണ് ഇവിടെ. ഞങ്ങൾ അതിനു വേണ്ടി ഇന്നലെ അവിടുന്ന് വിദേശത്ത് നിന്ന് രാവിലെ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഷെഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണ നീറ്റ് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അവൻ്റെ മമ്മി അവന് കൊടുത്ത ഉപദേശം, നീ ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതണം, നല്ല ഡിഫിക്കൽട്ട് എക്സാം ആവാൻ സാധ്യതയുണ്ട്. അത് പ്രകാരം തന്നെ അവന് ചെയ്യാൻ പറ്റി. അവന് എഴുതിയ ഉത്തരങ്ങളൊന്നും വലിയ മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. റാങ്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാർക്ക് അവസാന റിസൾട്ട് വന്നപ്പോൾ അവന് ദൈവം സഹായിച്ച് കേരള 2ാം റാങ്ക് കിട്ടിയതൊരു സന്തോഷം. അത് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ രണ്ടാൾക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് കിട്ടിയത്. ഇവന് ഓൾ ഇന്ത്യ എയിംസ് 423ാമത്തെ റാങ്കായിരുന്നു. അവർ എയിംസ് ഇന്ന് MBBS കഴിഞ്ഞ് ഇപ്പം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എഞ്ചിനീയർമാരാണ്, പക്ഷെ മക്കൾ രണ്ടാളും ഡോക്ടർമാരാവാനാണ്. അതാണ് യോഗം. വളരെ സന്തോഷം. സോ ചേട്ടനിൽ നിന്ന് തന്നെയാണ് അനിയനും ബ്രില്യന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതെ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടില് 2 എഞ്ചിനീയർമാരാണെങ്കിൽ ഇപ്പോഴേ വീട്ടില് ഇനി ഉണ്ടാവാൻ പോകുന്നത് 2 ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവർ 2 പേരും ബ്രില്യന്റിൽ നിന്നുള്ളവരാണ് എന്നറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. സോ ഷെഫിനിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കരഞ്ഞ് കൂവി വിളിച്ച് വന്ന ഒരു എക്സാം ആയിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ ഒരു എക്സാം അല്ലെ. കാരണം ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക്. അയ്യോ, എന്താണ് എന്റെ റിസൾട്ട്, എങ്ങനെയായിരിക്കും, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ആ ഒരു ടെൻഷനും അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരള സെക്കൻഡ് റാങ്ക് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ടെൻഷൻ ഓഫ്കോഴ്സ് എനിക്ക് എക്സാം എഴുതുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എക്സാം എഴുതുന്നതിന് മുമ്പ് ബ്രില്യന്റിലെ പല മോഡൽ എക്സാംസും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മോഡൽ എക്സാംസും എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഓഫ്കോഴ്സ് മുകളിലത്തെ റാങ്കിലും വന്നിട്ടുണ്ട്, എന്നാൽ ഇടയ്ക്കൊക്കെ താഴ്ന്നും പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരൊരു 2 years എന്നെ മാക്സിമം ഇത് എക്സ്പീരിയൻസ് തന്നിട്ട് കുറച്ച് ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവർ പറഞ്ഞിരുന്നു, ഓക്കെ ടഫ് എക്സാം നമുക്ക് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു പേപ്പർ ടഫാന്ന് ഞാൻ കണ്ടപ്പം കുറച്ചൊന്ന് ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ബ്രില്യന്റിലെ മോഡൽ എക്സാംസ് ഇതിലും ടഫ് പേപ്പേഴ്സ് പലതും ബ്രില്യന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ലാസ്റ്റിലോട്ട് ഒരു അധികം സ്ട്രെസ് ഇല്ലാണ്ട് എഴുതി നല്ല മാർക്ക് കിട്ടാൻ സാധിച്ചു. പിന്നെ റാങ്ക് വന്നപ്പം ഒരു ഷോക്കായിരുന്നു. ആക്ച്വലി ഒരു 5 minutes ഞാൻ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ബ്രില്യന്റ് ടീമിനോടും എൻ്റെ കെ മാനാനം സ്കൂളിലോടും എൻ്റെ മെന്റേഴ്സ് പിന്നെ ദൈവത്തോടും പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നമ്മളുടെ കേന്ദ്രമന്ത്രിയും അതേപോലെ തന്നെ മലയാളത്തിലെ തന്നെ ഒരു മഹാനടനുമായിട്ടുള്ള സുരേഷ് ഗോപി സാറാണ് ഈ ഒരു ക്യാഷ് പ്രൈസ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ എന്താണ് അദ്ദേഹവുമായിട്ട് ആ ഒരു സ്റ്റേജ് ഒക്കെ പങ്കിട്ടപ്പോൾ എന്താണ് തോന്നുന്നത്?
ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇത്രയും വലിയൊരു അവാർഡ് ഇത്രയും വലിയൊരു ആക്ടർ ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കണ്ട ഒരാളാണ്. അപ്പോൾ എന്നെ വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. അത്രയും വലിയൊരു മനുഷ്യൻ്റെ തന്നെ ഇത്രയും ഒരു അച്ചീവ്മെന്റ്, ഒരു അവാർഡ് എനിക്ക് കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് +1 +2 കൂടെയാണ് ഈ ഒരു എൻട്രൻസിന് കൂടി പ്രിപ്പയർ ചെയ്തത് അല്ലേ? അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല ജേർണി തന്നെയായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഇത് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, +1 +2 ബോർഡ് എക്സാമും അതിൻ്റെ കൂടെ എൻട്രൻസും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രില്യൻ്റ് അത് എനിക്കൊരു മെറ്റിക്കുലസ് സ്റ്റഡി പ്ലാൻ തന്നെ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഫോളോ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ മോഡൽ എക്സാംസ് എല്ലാം എഴുതി. ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് മെറ്റീരിയൽസ് എല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെ ഞാൻ അധികം പുറത്തുനിന്നുള്ള ഗൈഡൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ബ്രില്യൻ്റ് എനിക്കൊരു സ്റ്റഡി പ്ലാൻ തന്നിരുന്നു. ആ ഒരു പ്ലാൻ വെച്ചിട്ട് തന്നെ മുമ്പോട്ട് പോയി എനിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടാൻ സാധിച്ചു. ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഡ്രീം ക്യാമ്പസ് ഏതാണ്? ഡ്രീം ക്യാമ്പസ് എയിംസ് ഡൽഹി തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് കുറെ ഓപ്ഷൻസ് എല്ലാവരും തന്നെ, ജിപ്മർ എല്ലാം അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു നല്ലൊരു എയിംസ് തന്നെ സെലക്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, സോ ഷിഫിൻ, ഇപ്പോൾ ഇത്രയും മികച്ച ഒരു വിജയം നേടിയതുപോലെ തന്നെ ഭാവിയിലും ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, അതുപോലെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.